ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നലത്തെ വീഡിയോ നമുക്ക് കോഴിക്കോട് നിന്നായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ വളാഞ്ചേരി എത്തിയിട്ടുണ്ട്. വളാഞ്ചേരി ഇപ്പം ഇങ്ങനെ എല്ലാവർക്കും ചെറുതായിട്ട് കല്യാണത്തിൻ്റെ ആഘോഷവും പ്ലാനിങ്ങും ഒക്കെ ഇങ്ങനെ തലക്കി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു രണ്ടര ആഴ്ചയല്ലേ നമുക്കിനി കല്യാണത്തിലോട്ടുള്ളൂ. പിന്നെ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തില്ലേ, അപ്പോൾ എല്ലാവർക്കും കുറച്ചധികം സമയം കൂടെ കല്യാണത്തിനെ പറ്റി ചിന്തിക്കാനൊക്കെ സമയം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം ഒരു കല്യാണം വൈബ് ഇന്നലെ വൈകുന്നേരമൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കൂടി വരുന്ന പോലെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ നമുക്ക് തുടങ്ങാം. സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇപ്പോൾ ഒരു ദിവസം ഒരുപാട് കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കുറേ മനക്കണക്കായിട്ട് നടന്ന് രാത്രി ഉറങ്ങാൻ നേരത്ത് പല കാര്യങ്ങളും ചെയ്തില്ലേന്ന് ആലോചിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മിസ്സായിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ വിഷ്ണുവിൻ്റെ ഉപദേശം ഒരിക്കൽ കൂടെ സ്വീകരിച്ച് ഒരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ രാവിലെ ഒന്ന് ആലോചിച്ച് എഴുതി വെച്ചതിന് ശേഷമാണ് ഒരു ദിവസം ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ ശരിക്കും ഈ ഒരു ഹാബിറ്റ് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ എഴുതി വെച്ച് കാര്യം ചെയ്യുന്ന ഒരു ദിവസവും മനക്കണക്കിൽ ചെയ്യുന്ന ദിവസവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എഴുതി വെച്ച ദിവസം കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായി വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് പോകാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. യുവി പിന്നെ രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോൾ എണീക്കുമല്ലോ. വിഷ്ണു ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ എണീറ്റിട്ടുണ്ടായിരുന്നു. യുവീനതേ സെക്കൻഡ് റൗണ്ട് ഓഫ് ഉറക്കത്തിന് വേണ്ടി ചേച്ചി ഉറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഇപ്പോൾ കുറച്ച് നേരം AC ഇട്ട് കിടക്കുന്നുണ്ട്. ജനലും വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് വായുസഞ്ചാരത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഈ ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് സൂര്യപ്രകാശമൊക്കെ ഒന്ന് അകത്ത് കൊണ്ടുവരാം. ഈ ജനൽ തുറന്നു കഴിഞ്ഞ് നേരെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അപർണയുടെ വീടാട്ടോ അതെ നേരെ കാണുക. ഞാൻ ജനൽ തുറന്നും ആദ്യം കണ്ട കാഴ്ച ഇതാണ്. അപർണയുടെ എന്തോ കാര്യമായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫി സെഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ പൂമ്പാറ്റയോ അങ്ങനെ എന്തോ ആണ്. ഇന്ന് അടുത്ത ക്ലിപ്പോ നിൽക്കി അയക്കുമോ? ഞാൻ വീഡിയോയിലിടാം. അതെ, മോർണിംഗ് ബേർഡ് വാച്ചിങ്. എന്നിട്ട് കയ്യില് പുഷ്പങ്ങൾ കഴിച്ചോ? കഴിച്ചു. 10 മണിക്ക് പൂക്കളോ? ശരി, അത്തം തുടങ്ങിയല്ലോ അല്ലേ. എനിക്ക് തിരുവോണം മാത്രമേ ഉള്ളൂ. തമാശ പറഞ്ഞല്ല കേട്ടോ. ശരിക്കും നമ്മുടെ ഇവിടെ കാര്യമായിട്ട് തിരുവോണം മാത്രമേ സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ. മുന്നേ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സ്കൂള് പൂട്ടിയാൽ ഉടനെ നമ്മൾ വട്ടംകുളം പോകില്ല അച്ഛൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെയാണ് സ്ഥിരമായിട്ട് നമ്മൾ ഓണവും വിഷുവും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറ്. അതുകൊണ്ട് ഈ വീട്ടിൽ അങ്ങനെ ഒരു പൂക്കളിട്ടിട്ടുള്ളൊരു വലിയ ശീലം ഉണ്ടായിരുന്നില്ല. തറവാട്ടിലാണ് നമ്മൾ പൂക്കളൊക്കെ മെയിനായിട്ട് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു പൂക്കളിടുക എന്നുള്ളൊരു ആഘോഷം മുന്നേ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ആരും ചെയ്യാറില്ല. 2-2.5 ആഴ്ചയിൽ കല്യാണം ആവാനായി. അതുകൊണ്ട് കല്യാണത്തിൻ്റെ ബഹളമൊക്കെ ഏകദേശം ഇങ്ങനെ കൊട്ടിപ്പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം എല്ലാവരും കുറച്ച് സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസം ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ചെറിയൊരു സ്കിൻ കെയർ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം മെല്ലെ തുടങ്ങാം. കഴിഞ്ഞൊരു ഷോർട്സിൽ പറഞ്ഞ പോലെ ഈ ഒരു റൂമിലെ മാട്രസ് ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റൂം റെനോവേറ്റ് ചെയ്ത ഉടനെ അമ്മയും അച്ഛനും പോയിട്ട് ഈ റൂമിലോട്ടൊരു മാട്രസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ പഴയ മാട്രസ്. ഇത് എനിക്ക് കിടക്കുമ്പോൾ നല്ല ഹാർഡായിരുന്നു. എന്തായാലും ഞാൻ മാറ്റണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഗവേഷണം നടത്തി നമ്മൾ സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് 33 കൺട്രീസിൽ അവൈലബിൾ ആയ ഒപ്പം യൂറോപ്പിൽ ഹയസ്റ്റ് സെല്ലിംഗ് മാട്രസും കൂടിയായ യമ മാട്രസിലോട്ടാണ്. ഇത് യമ ഹൈബ്രിഡ് മാട്രസ്. ഫാസ്റ്റ് ഷിപ്പിംഗ് ആയത് കാരണം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഓൺലൈൻ അല്ല സ്റ്റോറിൽ പോയി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കേരളത്തിൽ ഇപ്പോൾ 5 സ്റ്റോർ അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം, കോട്ടയം, കൊച്ചി, തൃശ്ശൂർ ആൻഡ് കോഴിക്കോട്. ഒപ്പം ഫ്രീ ഷിപ്പിംഗും ആണ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കിങ് സൈസ് ആയിരുന്നു. ഇത്രയും വലിയൊരു മാട്രസ് ആണ് കംപ്ലീറ്റ്ലി കംപ്രസ് ചെയ്ത് അവരിത് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബെഡ് അൺബോക്സ് ചെയ്ത് മാനുവലും കട്ടറും എടുത്തതിന് ശേഷമാണ് നമുക്കിനി ശരിക്കുള്ള പണി തുടങ്ങുന്നത്. യമ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കട്ടർ വെച്ച് നമുക്ക് മാട്രസിന് യാതൊരുവിധ ഡാമേജും വരാത്ത രീതിയിൽ തന്നെ കംപ്ലീറ്റ് പാക്കേജ് നമുക്ക് അൺബോക്സ് ചെയ്യാം. വൺസ് ഈ ഒരു മാട്രസ് കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു 4-5 മണിക്കൂർ എടുക്കും മാട്രസ് കംപ്ലീറ്റ്ലി ഒന്ന് ഡീകംപ്രസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും യമ മാട്രസ് 100 നൈറ്റ്സ് ഫ്രീ ട്രയൽ തരുന്നുണ്ട്. അതായത് 100 ദിവസം ഈ ഒരു മാട്രസ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു 4-5 മണിക്കൂറിന് ശേഷം നമ്മുടെ മാട്രസ് ഇതേ കംപ്ലീറ്റ്ലി ഡീകംപ്രസ് ആയിട്ടുണ്ട്. ഇനി മാട്രസിനെ പറ്റി പറയുകയാണെങ്കിൽ യമ മാട്രസ് പ്രൊവൈഡ്സ് ഓർത്തോപീഡിക് സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ സ്പൈനൽ അലൈൻമെന്റ് പ്രൊമോട്ട് ചെയ്യാനും ബോഡിക്ക് നല്ല പ്രോപ്പർ സപ്പോർട്ട് തരാനും ഹെൽപ്പ് ചെയ്യും. ഒപ്പം മാട്രസിലെ 7 സോൺ ലെയേഴ്സ് ഒരു എക്സ്ട്രാ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മോഷൻ അബ്സോർപ്ഷൻ ഫീച്ചർ ഉള്ളതുകൊണ്ട് നമ്മുടെ മൂവ്മെന്റ്സ് ഒന്നും അടുത്ത് കിടക്കുന്ന ആൾക്കൊരു ഡിസ്റ്റർബൻസ് ആവില്ല. ഒപ്പം കൂളിംഗ് കംഫർട്ട് ടെക്നോളജി ഉള്ളതുകൊണ്ട് രാത്രിയൊക്കെ നമുക്ക് നല്ല കൂളായി കിടന്നുറങ്ങാം. ഞാനിപ്പോൾ കുറച്ച് നൈറ്റ്സ് ഈ ഒരു മാട്രസ് ഉപയോഗിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഇമ്പോർട്ടൻറ്റ് കാര്യം അവസാനം പറയാമെന്ന് വിചാരിച്ചു. യമ 15 ഇയേഴ്സ് ഓഫ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യമ മാട്രസ് പർച്ചേസ് ചെയ്യാനോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ താല്പര്യമുള്ളവർക്ക് www.yama-sleep.in കയറി ചെക്ക് ചെയ്യാം. പിന്നെ ഓണമായിട്ടിപ്പോൾ up to 55% ഓഫ് നടക്കുന്നുണ്ട്.
എൻ്റെ കൂപ്പൺ കോഡ് TANI40 ഉപയോഗിക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു 15% ഓഫും കൂടെ കിട്ടും. താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. Hey Yusha. Good morning. Good morning. Hey Yusha. Good morning. Good morning Yusha. Yusha രാവിലെ നീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളി കഴിഞ്ഞ് റെഡി ആയിരിക്കുക. ഇന്ന് പക്ഷെ കുറച്ച് കച്ചറ ചെയ്ത് കാരണം നമ്മൾ മോയ്സ്ചറൈസറും കുറിയും ഒന്നും ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ കുറച്ചും കൂടി കുളിച്ച ഫീൽ ഉണ്ടാകാറുണ്ട്. നല്ല തുടക്കം. തല്ലി പൊളിക്കുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ നന്നായിട്ടില്ല, ഗുഡ് മോർണിംഗ് തന്നെയാണ്. കുറച്ച് മണിക്കൂറുകളും കൂടെ ഉണ്ട് ഗുഡ് ആഫ്റ്റർനൂണിക്ക്. അമ്മയുടെ ഞാൻ ഇന്ന് രാവിലെ ഒരു 7-8 മണിക്ക് എണീറ്റില്ലെങ്കിൽ എന്നെ വിളിക്കാൻ ഞാൻ ഏൽപ്പിച്ചാണ്. പക്ഷെ എന്നേ വരെ 2 മാസത്തിൽ ഒരു ദിവസം പോലും വിളിച്ചിട്ടില്ല. അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ 2 ആഴ്ച അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചില ദിവസം രാത്രിയൊക്കെ ഇരുന്നിട്ട് 3 മണി 3:30 വരെയൊക്കെ ചില ദിവസം പണി ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 7 മണി 7:30 എണീക്കൽ പോസിബിൾ ആവില്ല. കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം കൊടുത്ത് കമ്മിറ്റ്മെന്റ്സ് തീർത്തിട്ട് ഉറങ്ങുമ്പോഴേ എനിക്കൊരു സമാധാനം കിട്ടാറ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ലേറ്റ് ആവാറുണ്ട്. കട്ടൻ കാപ്പി ഞാൻ സ്ഥിരമായിട്ട് കട്ടൻ കാപ്പിക്ക് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. സ്ഥിരമായിട്ടല്ല, എന്താണെന്നറിയാം, എനിക്ക് അയൺ ഡെഫിഷ്യൻസിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് പൊതുവെ കാപ്പിയും പാലൊക്കെ ഒഴിച്ച് അധികം കുടിക്കാറ്. ഇപ്പൊ കുറച്ചായിട്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അയൺ അബ്സോർപ്ഷന് കൂടുതൽ നല്ലത് പാലിന്റെ ഉൽപ്പന്നങ്ങൾ കുറയ്ക്കുന്നതാണ്. അപ്പൊ കാൽഷ്യം ഇങ്ങനെ കിട്ടും. സ്ഥിരമായിട്ട് കുറയ്ക്കാൻ പറ്റിയ അളവ് കുറയ്ക്കുക. പാല് കുറച്ച് കുറയ്ക്കുക, കുറച്ച് പാലിന്റെ ചായ ഉണ്ടാക്കി കുടിക്കുക. ഒരു 2 നേരം എന്നുള്ളത് 1 നേരം കുടിക്കുക. അങ്ങനെ സ്ഥിരമായി ഞാൻ നാട്ടിൽ വരുമ്പോഴേ 2 നേരം കുടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ 2 നേരം ഉണ്ടാക്കണേ. അല്ല, ഉണ്ടാക്കാൻ ഒരു ചായ ഉണ്ടാക്കപ്പോ എന്താ പണി? അതൊന്നും പണിയില്ല. അല്ലല്ല, വൈകുന്നേരം ചായ കുടിക്കലും ഇവിടെ ഒരു രസം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. അവിടെ നമ്മൾ പണിയുടെ ഇടയിൽ ചായ കുടിക്കാൻ സമയം തന്നെ ഉണ്ടാവില്ല വിഷ്ണുവിനൊന്നും. പിന്നെ ബന്ധു ചായ ഞാൻ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കി ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഞാനും പുറത്തെവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിലോട്ട് എല്ലാവർക്കും കമോൺ ഹൃദയം നിറഞ്ഞ പോരട്ടെ, കമോൺ ഉള്ളുന്ന് സ്വാഗതം. അതാണ്. വിഷ്ണു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിക്കുകയാണ്. ഈ തലോണയൊക്കെ യുഗി എടുക്കൊണ്ട് എടുത്ത് വെച്ചാ ഓരോ പ്രായത്തില് ഓരോന്ന് പഠിക്കും. ഇപ്പൊ തലോണയൊക്കെ എടുത്ത് പക്ഷെ താഴെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ കിടക്കാൻ നോക്കുക. തലോണയിൽ കിടക്കണം എന്നുള്ള അറിയാം, സോഫ്റ്റ് ആയിട്ടുള്ള. ഞാൻ ഒരു സത്യം പറയട്ടെ, ഇങ്ങനെ ഒരു ഷോ കേസ് വെക്കുന്നുണ്ടോ? എനിക്ക് ഇങ്ങനെ വിഷമാവണു. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. അമ്മ ഇതിൻ്റെ അകത്ത് ഈ യുവിയുടെ സോഫ്റ്റ് ടോയ്സും കാര്യങ്ങളും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കില്ലേ, കുറച്ച് സ്ഥലം ഇവിടെ ഉള്ളത് കാരണം അതൊക്കെ ഷോക്കേസിനകത്ത് എടുത്ത് വെക്കും. വാട്ട് ലേഡി, ഷോക്കേസ് ഞാൻ നിറച്ചെന്നെ വെച്ചിരുന്നത്. ഇതൊക്കെ കണ്ടോ, ഇത് ഞാൻ 2 കോളത്തിൽ വെച്ചിരുന്നതാണ്. അപ്പൊ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെക്കേണ്ട സ്ഥലമില്ലാത്ത ഞാൻ 2 കൂടെ ഒന്നിക്കാക്കി. യുവിക്ക് സോഫ്റ്റ് ടോയ്സ് വലിയ ഇഷ്ടമില്ല. അപ്പൊ ഉച്ചക്ക് പോണ്ടെന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് നടപ്പോ ഒന്ന് ചമച്ച് കാണിച്ച വിഷ്ണുവിനെ ഒന്ന് കാണിക്കണം. ഒരു രക്ഷയില്ല കേട്ടോ, എന്തൊരു കഷ്ടം. വിഷ്ണു ഡോക്ടേഴ്സിനെ കാണാൻ ഇഷ്ടമല്ല, എന്തിപ്പം ചെയ്യാ. എനിക്കൊരു രക്ഷയില്ല അലർജി. അമ്മയ്ക്ക് എന്തൊക്കെ പാരമ്പര്യമായിട്ട് ഉള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ കൈമാറി വന്നിട്ടുണ്ടോ അതൊക്കെ അമ്മ ഒരു അണുവിട എന്താണ് അണുവിട ചുമച്ചിട്ട് ഒന്നും കൂടെ പറയാം. ഈ തൊണ്ടയിൽ ഇങ്ങനെ കിക്കിളിയാക്കുന്ന പോലത്തെ ഒരു ചുമ ഭയങ്കര ബുദ്ധിമുട്ട്. അവിടുന്ന് ഉണ്ടായിരുന്നില്ല, ഇവിടെ വന്ന ഉടനെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും അലർജി ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ ഒരു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഒരു പ്രിക് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്തിനോട് അലർജി എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അപ്പോൾ വിഷ്ണുവിനും അതിനോട് തുടർന്നിട്ടുള്ള ചില അലർജീസ് ഒക്കെ ഉണ്ട്. പക്ഷെ വിഷ്ണു ഡോക്ടറെ കാണില്ല, അത്ര കോഴിക്കോട് പോയിട്ട് തന്നെ കാണുള്ളൂ എന്ന്. വിഷ്ണു ഇവിടെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. വിഷ്ണു കൂടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അമ്മയ്ക്ക് കുറേ കാലം അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ? പക്ഷെ അമ്മ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചോക്കിന്റെ പഠിപ്പിക്കുന്ന സമയത്ത് അലർജി എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല അലർജി. ഇനി മടുത്തു അങ്ങോട്ട്. യുവിക്ക് വേണ്ടി നമ്മൾ മീൻമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തിയുടെ അല്ലേ, നമ്മൾ ഉപ്പും മഞ്ഞളും അല്ല ഉപ്പിടില്ല,
ഉപ്പ് കുറച്ച് ഒരു പേരിന്. അപ്പം ഇങ്ങനെ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തോളാൻ നമുക്ക്, ലൈക്ക് ഇപ്പം നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിൽ അല്ലാതെ വളരെ മിനിമലായിട്ട് ഉപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടുന്നതൊക്കെ കണക്ക് തന്നെയാണ്, പക്ഷെ എന്നാലും കുറച്ച് ഉപ്പിടാറുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കുമല്ലേ. കല്യാണത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഇപ്പോഴാണ് ഇങ്ങനെ മുറുകി തുടങ്ങുന്നത് കേട്ടോ. ഇനിയൊരു 2 ആഴ്ച കഷ്ടിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറച്ചും കൂടെ ഒരു കല്യാണം മൂടിക്കൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂളൊക്കെ അടച്ചുല്ലോ. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രീതമേമയും ദീമേമയും പിന്നെ ആമിയും എല്ലാവരും കുറച്ചും കൂടെ ഫ്രീ ആണ്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഫുള്ളി ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചിന്തിക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ഇന്നലെ തൊട്ട് ഇവിടെ ഒന്ന് മുറുകിയ പോലെ ഉണ്ട്. ഇന്നിവിടെ വൈകുന്നേരം ചെറിയ എല്ലാവരും കൂടെ ചേർന്ന് ആലോചിക്കലും പിന്നെ ഞങ്ങൾ ഡാൻസിൻ്റെ ചെറിയ പ്രാക്ടീസും ഒക്കെ തുടങ്ങിയിട്ട് ഇന്നലെ തൊട്ടിട്ടാണ് ശരിക്കും ഒരു കല്യാണം മൂഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വിഷ്ണുവിനെ കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യണു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, എനിക്കിങ്ങനെ തലയൊക്കെ വേദനിച്ച് തുടങ്ങി വിശന്നിട്ട്. വിഷ്ണുവിന് എപ്പോൾ വരാനാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കാം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ എനിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായി കഴിക്കണം. എനിക്ക് നിർബന്ധമുള്ളൊരു ഭക്ഷണമാണ് ഇടിയപ്പം മുട്ടക്കറിയും. ഇത് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ എപ്പോഴെങ്കിലും ഒന്നും കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. അവിടെ ഒന്നും ഡിന്നറിന് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കും കേട്ടോ. കുറച്ച് കൂടുതലല്ലേ, ഇത് മതി. അമ്മയും അച്ഛനും നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. ഒരു 7-8 കഴിക്കും. ഞാനും വിഷ്ണു എണീറ്റ് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ശരിക്കും ഒരു 9 മണിയൊക്കെ ആവും കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ദീമേമ വരുന്നുണ്ടെന്ന് വൈകുന്നേരം. ദീമേമയും ആമിയും ഹരീഷ് മാമിയും അനുവും കൂടെ അവരിവിടെ കോട്ടക്കൽ തന്നെയാണ്. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ മേമ വരാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഒരു പേർപ്പസിനാണ് വരുന്നത്. കല്യാണമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ദിവസം മുന്നേ ഒരു കുടുംബയോഗമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി അവർ വരുന്നുണ്ട്. എന്നെ ക്ഷണിച്ചിട്ടില്ല, കാരണവന്മാർക്ക് മാത്രമേ ക്ഷണമുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വലിയ നാളും മനൊന്നും ഇല്ലാത്ത കാരണം ഞാനും പേടിക്കുന്നുണ്ട് എന്താണ് ഈ പരിപാടി എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് മൊത്തം 6 പരിപാടിയായിട്ടാണ് വരുന്നത്. ദക്ഷിണ, സംഗീത്, കല്യാണം, അതായത് താലികെട്ട്, അതിനുശേഷം കല്യാണം, അടുത്ത ദിവസം നമ്മുടെ വീട്ടിലൊരു റിസപ്ഷൻ, പിന്നെ അവരുടെ വീട്ടിലൊരു റിസപ്ഷൻ. അപ്പം അങ്ങനെ മൊത്തത്തിൽ 6 പരിപാടിയാണ് നമുക്ക് കല്യാണത്തിന് വരുന്നത്. ഇപ്പോഴാണ് ശരിക്കും ആ കല്യാണം അങ്ങോട്ട് ബ്ലഡിലോട്ട് കയറിയത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് അപർണയോടൊപ്പം ഒന്ന് വളാഞ്ചേരി പോകണമെന്ന് പറയുന്നുണ്ടായി അപർണ. കുറച്ച് ലേസും ബീഡ്സും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സംഗീതം നമ്മൾ ഷൂല് കണ്ടിട്ടില്ലേ, ഇങ്ങനെ അങ്ങനത്തെ വർക്ക് ചെയ്തിട്ടുള്ള ഷൂ. അപ്പോൾ അപർണയ്ക്കൊരു അത് ഉണ്ടാക്കാനൊരു ആഗ്രഹം. ഞാൻ പണ്ടേ ക്രാഫ്റ്റിലൊരു മിടിക്കിയത് കാരണം ഇനോ ചുമ്മാ കേട്ടോ ഞാനും ഒപ്പം പോയിട്ടൊന്ന് നോക്കാം എന്നുള്ളത് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് ഇന്ന് അതൊക്കെയാണ് പരിപാടി. ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഡോക്ടറെ കാണിക്കണം. പിന്നെ അമ്മ കല്യാണത്തിൻ്റെ സാരിയൊക്കെ വാങ്ങിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി മാലയും കമ്മലും ഒക്കെ നിന്ന് അമ്മയ്ക്ക് സെറ്റാക്കി കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇന്ന് ചെയ്യണം. അതുകൊണ്ട് ഇന്ന് നല്ല രസത്തിൽ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും എന്ന് വിചാരിക്കണം. അമ്മ എന്താ അവിടെ ഒരു ഒളിച്ചുകളി? മറ്റേ നമ്മുടെ കല്യാണത്തിൻ്റെ സാരിയും ബ്ലൗസും കമ്മലും മാലയൊക്കെ ഒന്ന് റെഡിയാക്കിയാലോ? എന്താ നമ്മുടെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല. നമുക്ക് 24 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുമ്മലും തുടയ്ക്കലും മാറ്റിവെക്കലൊക്കെ ആയിട്ട് പണി തന്നെ ഉണ്ടായിരിക്കും. സമയം പറയും, ഞാൻ അപ്പൊക്കെ അവൈലബിൾ ആവാം. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്തിനാ ചൂലോ? ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോകുന്നുണ്ട്, അപ്പം ഞാൻ വാങ്ങിക്കാം. അമ്മക്ക് ഫോട്ടോ അയച്ചെന്നാൽ മതി. ഇവിടുത്തെ മുന്നത്തെ ചൂലില്ല, ഞാൻ നോക്കിയെടുത്തോണ്ട് ഞാൻ വാങ്ങിക്കാം. ചൂല് വാങ്ങിക്കാനൊക്കെ എന്തിനു പറ്റിക്ക് വളഞ്ചേരി പോണ? ഞാൻ വാങ്ങിയത് ശരിയാവില്ല. അതിനൊക്കെ ഇമ്പോർട്ടൻസ് പറയാനുള്ളത് സാരിയും കമ്മലും മാലയൊക്കെ എടുത്ത് വെക്കാനാണ്. അമ്മയ്ക്ക് അന്ന് എറണാകുളത്ത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയ്ക്ക് കുറേ കമ്മലും മാലയൊക്കെ വാങ്ങിച്ചുള്ളതായിരുന്നു. വളയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കല്യാണമാകുമ്പോൾ പുതിയത് വേണമല്ലോ എല്ലാം. നമ്മുടെ സാരികളൊക്കെ നല്ല രസമുണ്ട്. നമ്മ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ നോക്കാം പ്ലീസ്. അതിനാ കുട്ടീനെ വിഷ്ണുവിന്റെ അല്ല അമ്മ, പെട്ടെന്ന് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ചെലവെന്തിനാ നമ്മുടെ മറ്റേ ആ സാധനം എവിടെ? ആ സാധനത്തിന് അവരോട് ഞാൻ പറഞ്ഞു തിരിച്ചുകൊണ്ടേക്കളാൻ. ആ സാധനം ഒട്ടും വർക്കായില്ല അല്ലേ? നടുവതും പോരും സൈഡിലൊന്നും പോരുന്നില്ല. എന്തായിരുന്നു മറ്റേ തേങ്ങ ചെരവണ പേര് ഞാൻ മറന്നു കേട്ടോ. പ്രീതിയുടെ അല്ലേ? തീരെ അങ്ങോട്ട് സെറ്റായില്ല. നല്ല പെർഫെക്റ്റ് തേങ്ങ മാത്രമേ പോരൂ എന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടു. പക്ഷെ തീരെ ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പെർഫെക്റ്റ് നല്ല പാകം വലിപ്പാവണം.
നല്ല റൗണ്ട് ഷേപ്പാവണം. ചില നാളികേരം ഇങ്ങനെ നീളത്തിൽ വരുമല്ലോ, അതായത് പോയിട്ടില്ല. ചിലത് വലിയ നാളികേരം ഉണ്ടാവും, അതായത് ഉള്ളിൽ പിടിക്കാൻ കിട്ടില്ല. നമുക്കത് ശരിയാവില്ല. ഇത് കൊടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും സാധനം എടുക്കാൻ പറ്റുമോ ഇവിടുന്ന്? ഇല്ല. അപ്പോൾ ഭയങ്കര നഷ്ടമായല്ലോ. അപ്പോൾ അത് ഉപയോഗരഹിതമായിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ചിരവയിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ നാളെ ഓണപരിപാടിയാണ്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് അമ്മേനോടും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാൻ നടക്കുന്ന കോളൊക്കെയാണ് കേട്ടോ. ആടാ ഈ വരുന്നേ? ആരാ വരുന്നേ? മുത്തശ്ശീനെ കണ്ടോ? മുത്തശ്ശിനെ കണ്ടു. അകത്ത് കയറാനെ പറ്റി ചിന്തിക്കാൻ വയ്യ. എന്റർടൈൻമെന്റ് തീർന്നല്ലോ എന്നുള്ള വിഷമ. യൂഷ, എന്തിനങ്ങനെ കള്ളക്കരച്ചിൽ കയറിയണത്? അമ്മ ഓണാഞ്ചേരി പോയതിന്റെ ഇടയില് അമ്മ എന്തിനാണോ? ചൂലും ചെരവിയൊക്കെ വാങ്ങി. അമ്മ രാവിലെ ആരെങ്കിലും കീ കൊടുത്ത് വിടുന്നതാ? അമ്മയ്ക്കുണ്ടല്ലോ, ഞാൻ ഒരു സെക്കൻഡ് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്കുണ്ടാവുന്ന. യൂഷമ്പാ, ഇത് എങ്ങനെ ഒളിക്കുക? എങ്ങനെ ഒളിക്കുക? ഒളിച്ചോ? നെറ്റിയില് കണ്ടോ കൊതു കടിച്ചിട്ട് പൊട്ടി വെച്ച പോലെ ഇരിക്കണം. ഒളിച്ചു കണ്ടു. ഒളിക്കാനൊന്നും സമയമില്ല, ഒക്കെയോ പരിപാടികളുണ്ട്. എന്തൊക്കെയാ ഒരു സെക്കൻഡ് ചെയ്യണത് എന്ന് അറിയോ? പക്ഷെ രസാട്ടോ ഈ ഒരു ഏജ്. എന്തൊക്കെയാ കാണിക്കണം എന്നുള്ള നമുക്കൊന്നും മനസ്സിലാവില്ല. ഇവർ തലയിൽ കൂടെ എന്തൊക്കെയാ. ചെയ്യരുത്. അമ്മ എങ്ങനെയുണ്ട് റിട്ടയർമെന്റ് ലൈഫ്? ഞാൻ ചോദിക്കാൻ മറന്നായിരുന്നു. ഞാൻ ചോദിച്ചായിരുന്നു, പക്ഷെ വീഡിയോയിൽ ഞാൻ ചോദിക്കാൻ മറന്നായിരുന്നു. ആന്നല്ല കേട്ടോ, അമ്മ പറയായിരുന്നു അമ്മയ്ക്ക് റിട്ടയർ ചെയ്തിട്ട് ഭയങ്കര വിഷമമായിരുന്നു. ഇത്രയും കാലം അമ്മ പഠിച്ചത് ആ സ്കൂളിലാണ്, വർക്ക് ചെയ്ത സ്കൂളിലാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ അത് കാഷ്വൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ച്, പക്ഷെ അമ്മയ്ക്കത് ഭയങ്കര ഇമോഷണലി ഇമ്പാക്റ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. വിശാലമായ ലോകം വീട്ടിൽ വിളിക്കുന്ന പക്ഷെ പുറത്ത് പോകുമ്പോഴാണ് ഓരോ കുട്ടിയോട് വന്നിട്ട് ഇങ്ങനെ ടീച്ചറെ ഞാൻ ടീച്ചറായിരുന്നു എന്നുള്ളത് ഓർമ്മയിൽ. അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഇടയ്ക്ക് തോന്നുന്നപ്പോഴാണ് ടീച്ചറായിരുന്നു എന്നുള്ളത്. ആണോ? അങ്ങനെ ചിലര് പറയുമ്പോഴാണ് ഞാൻ അങ്ങനെ ടീച്ചറായിരുന്നു. അമ്മ ഭയങ്കര ഇമോഷണൽ ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത് ഉടനെ കേട്ടോ കോൺവെർസേഷൻ ഇടയിൽ ബ്രേക്ക് ആയി. അപ്പൊ അമ്മ പറഞ്ഞു വന്നത്, അമ്മയല്ല ഞാനല്ലേ പറയണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയൂലോ അല്ലേ, നമ്മ പറയുന്നെങ്കിൽ എന്റെ വർത്താനം കേട്ടോ അവർക്ക് ബോറടിച്ചത്. ഇറങ്ങി ചെല്ലുമ്പോഴേ ചിലപ്പോ അങ്ങനെ ജിമ്മിലേക്കോ അല്ലെങ്കിൽ വളണ്ടിലേക്കോ പോകുമ്പോ ടീച്ചറെ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ പറയുമ്പോ ഒരു മിനിറ്റ് ഇവിടെ നോക്കൂ. യുവി, ആ ചെരുപ്പൊക്കെ ഞാൻ എടുത്തോളാം. വേണ്ട പോട്ടോ, ഇവിടെ ഇരിക്കൂ. നോ, കണ്ടിന്യൂ. സോറി. അല്ല, ഓരോരുത്തരും വന്ന് ചോദിക്കുമ്പോഴാണ് അപ്പോഴേ ആലോചിക്കുക ടീച്ചറാണ്. കാരണം വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പൊ യുവിനായിട്ട് വീട്ടമ്മയായിട്ട് മാറി ശരിക്കൊരു വീട്ടമ്മയുടെ റോളിലേക്ക് മാറി. ആ ജിമ്മിലൊക്കെ പോവാറുണ്ട്. അതിപ്പോ കുറച്ച് ദിവസമായിട്ട് വെറും വീട്ടമ്മ റോളിലേക്ക് ഒതുങ്ങി. അമ്മ എങ്ങനെയാണ് അപ്പൊ പുറത്ത് വരാൻ ശ്രമിക്കുന്നത് ഇനി? യുവി പോയാൽ എനിക്ക് സമയം അധികവും. അങ്ങനെ ഞാൻ ഇത് ഒരുപാട് പേര്, ഞാൻ വിഷ്ണുവിന്റെ അമ്മ റിട്ടയർ, അമ്മേനൊക്കെ 2 കൊല്ലം മുന്നേ റിട്ടയർ ചെയ്തായിരുന്നു. അമ്മ എന്നോട് പറയാം മല മറക്കുന്നൊക്കെ. അമ്മ ഒരു മലയും മറക്കുന്നില്ല. പക്ഷെ അമ്മ കറക്റ്റായിട്ട് യോഗയ്ക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കിട്ടുമ്പോൾ ഇപ്പൊ അമ്മയാണെങ്കിലും ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു, വിഷ്ണുവിന്റെ അമ്മയാണെങ്കിലും കറക്റ്റായിട്ട് യോഗയ്ക്ക് പോകാൻ തുടങ്ങി. അതല്ലാതെ കുറച്ചും കൂടെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യൂ. അമ്മ ഞാൻ കുറച്ചും കൂടെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചാ. എനിക്കൊന്നും ഒരു താല്പര്യമില്ല. ഞാൻ ചെയ്യും, പക്ഷെ വീട്ടിലെ പണി ചെയ്യേണ്ടി. അപ്പൊ പ്രയോറിറ്റി വീട്ടിലെ പണിക്കാവും. അമ്മ റിട്ടയർമെന്റ് കഴിഞ്ഞ ഉടനെ ഒരു ദിവസം ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ അമ്മ ഭയങ്കര വികാരഭരിതയായിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ആ സ്കൂളിനായിട്ട് ഡിറ്റാച്ച്ഡ് ആയത് ഭയങ്കര വിഷമം തോന്നുക. കാരണം അമ്മ എത്രയോ കാലം തൊട്ട് അവിടെ അല്ലേ അമ്മ 5, 6 ഒക്കെ പഠിച്ചതും പഠിപ്പിച്ചതും. പിന്നെ അതിന്റെ മുമ്പ് വെല്ലച്ചനായിട്ടുള്ള സ്ഥിരമായിട്ട് പോകലും. അങ്ങനെ ഇപ്പൊ ഇതേവരെ സ്കൂളിലേക്ക് എപ്പോഴും പോയിരുന്നു. ഇപ്പോഴും പോണ്ട്, നാളെ പോണ്ട്, നാളെ ഓണാഘോഷത്തിന് പോണ്ട്. അങ്ങനെ വിളിക്കണ്ട എല്ലാവരും. അപ്പൊ എന്തായാലും ഒന്ന് പോയി വരണം, അത്ര തിരക്കുണ്ടെങ്കിൽ. എനിക്ക് പറയാനുള്ള കേരളത്തിലെ റിട്ടയർമെന്റ് ഏജ് കൂട്ടണം എന്നാണ്. കാരണം ഈ ക്യാമറയിൽ കൂടെ കാണുന്ന അമ്മ റിട്ടയർ ചെയ്ത ഒരാളെന്ന് പറയൂ, സുന്ദരിയായിട്ടിരിക്കണമെങ്കിൽ നോക്കൂ. ചെറുപ്പം കൂടി കഴിഞ്ഞാൽ ഒരു 40, 45. ഞാൻ കുട്ടിയോട് എപ്പോഴും പറയാം ടീച്ചർക്ക് എത്ര വയസ്സായി എന്ന് വെച്ചാൽ 17. ഇപ്പൊ 17 കൂടാറില്ല. 17, ഒരു 45 പറഞ്ഞാൽ ചിലപ്പോ ആണെങ്കിൽ വിശ്വസിക്കും. ചോദിക്കാറ് അവരിടയ്ക്ക് ചോദിക്കും ടീച്ചർക്ക് എത്ര വയസ്സായി. അപ്പൊ ഞാൻ എനിക്ക് 17 വയസ്സ്. അപ്പൊ പിന്നെ അവർ പിന്നെ ചോദിക്കില്ല. അല്ല, പക്ഷെ ശരിക്കും അമ്മയ്ക്ക് ഇനിയും വർക്ക് ചെയ്യാനുള്ള എനർജി ബാക്കിയുണ്ടോ? റിട്ടയർ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഇതാണ് യുവിയുടെ ലഞ്ച്. ക്യാരറ്റ് ഉണ്ട്, ചെറുപയറുണ്ട്, ചോറുണ്ട്, പരുന്നലുണ്ട്. ഇത്രയും ഒന്നും കഴിക്കും ഉച്ചയ്ക്ക്? ഇപ്പൊ അങ്ങനെ നമ്മൾ വലിയ ഉടക്കാനും പിടിക്കാനും നിൽക്കാറില്ല കേട്ടോ.
നല്ല 5-6 പല്ലുണ്ട്. പല്ല് കാണിച്ചു കൊടുക്കൂ. ഇവിടെ മൂക്ക് എവിടെ? മൂക്ക് കാണിച്ചു ഫോട്ടോയിൽ കാണിച്ചു. നാവ് എവിടെ കാണിച്ചു? നാവ് അതാ. മൂക്ക് എവിടെ? മൂക്ക് കാണിച്ചു. ചോറ വിശന്നിരിക്കുമ്പോഴാ മൂക്ക് നാവൊക്കെ. യോഗട്ട് വേണം യൂഷിക്ക്. യൂഷി ഒന്നും കൂടെ കള്ളക്കരച്ചിലൊന്ന് കാണിച്ചു തരുമോ? വേണ്ടെങ്കിൽ വേണ്ട. യൂഷിയുടെ യോഗട്ട്. അമ്മയ്ക്ക് ആകെ മൊത്തം ഓണാഘോഷമാണ്. ജിമ്മിൽ ഓണാഘോഷമുണ്ട്, സ്കൂളിലുണ്ട്. ജിമ്മിലെന്നാ? ഞായറാഴ്ചയോ? ഞായറാഴ്ച നമ്മളോട് അല്ലല്ലോ, നമ്മൾ കോഴിക്കോടാ. പോണ്ടോ? അല്ല ഞാൻ ഉണ്ടെങ്കിലും പോയിക്കോളൂ. പോണ്ടോ ശരിക്ക്? ആ സ്കൂളിൽ പോണില്ലേ നാളെ? എല്ലാ റിട്ടയർഡ് ടീച്ചേഴ്സും വരുന്നുണ്ടോ? കഴിഞ്ഞ വർഷം എല്ലാരും വിളിക്കാൻ മാത്രം പരിപാടികളല്ലേ. നാളെ എനിക്ക് വെല്ലച്ചൻ്റെ ഒപ്പം ചെറിയൊരു കറക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൊള്ളാലോ. അത് ലേറ്റുണ്ടല്ലോ. അത് നല്ല ലേറ്റുണ്ട്. മീൻ്റെ മുട്ട വേവിച്ചതാട്ടോ. അത് മഞ്ഞപ്പൊടി ഇട്ടിട്ട്. എന്താ ഞാൻ പഠിച്ച ഞാൻ കാണിച്ചു തരുന്നു. നമുക്കതൊക്കെ സ്വയം ഉണ്ടാക്കാൻ നോക്കുക. യുവി നാവ് എവിടെ? നാവ്. മൂക്ക് എവിടെ? മൂക്ക് അതാ. എങ്ങനെ ഒളിച്ചേ. അത് കണ്ടേ. ഇത്ര സമയമുള്ളൂ. കുറച്ച് തിരക്കില്ല. അവിടെ എയർ ഫ്രഷറൊക്കെ ഉണ്ട് എടുത്ത് അടിക്കാൻ. റൂം ഫ്രഷർ. ഇത് കടിക്കണം. കുറേ പണിയുണ്ടല്ലേ. യുവിയുടെ ഫുഡ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് റിച്ചാണ്. കണ്ടോ? മുളക്, ചെറുപയർ, പരിപ്പ് എല്ലാം അയച്ചു വാങ്ങി എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഡ്രസ്സ് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് മാറ്റണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 4 മണിയാവാൻ. ഇതുവരെ നൈറ്റ് ഡ്രസ്സിൽ തന്നെ. ഫൈനലി നമുക്ക് അമ്മയുടെ ഓർണമെന്റ്സ് മുഴുവൻ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. നമ്മളന്ന് സൂറത്ത് പോയപ്പോഴല്ലേ വാങ്ങിയത് നമ്മുടെ സാരി. ഏത് സാരി എതിനാ തീരുമാനിച്ചോ? കാണിക്കും നമ്മുടെ സാരികളൊക്കെ അങ്ങോട്ട് തിളങ്ങുന്ന സാരി. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സാരി നമുക്കൊരു ബ്ലൗസ് വേറെ പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യിപ്പിക്കായിരുന്നു. അത് ചിന്തിക്കണതിൻ്റെ മുന്നേ അമ്മ നമ്മുടെ സ്ഥിരം സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഒരേപോലെ അമ്മ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ട് കൊടുത്തു. ഒരു മാറ്റമില്ല. അങ്ങനെയല്ല, ബാക്ക് കുറച്ച് കയറി ഇങ്ങനെ കുറച്ചിങ്ങനെ കുടുങ്ങി വരുന്ന രീതിയിലോ. അപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഡ്രസ്സ് ചെയ്യുന്ന രീതി. അങ്ങനെ വയസ്സൊന്നുമില്ല ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്രസ്സ് നമുക്ക് ഏത് പ്രായത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ ചെയ്യാം. നല്ല ബ്ലൗസ്. അത് പക്ഷെ ഇത് ഒലഞ്ഞല്ലോ. ഇതാണ് നമ്മുടെ വെഡ്ഡിങ് സാരി. വെഡ്ഡിങ് ഗുരുവായൂർ വെച്ചിട്ടാണ്. അതിന് ശേഷം നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എല്ലാവരും നല്ല ഇടിവെട്ട് കളറാണ് നമ്മൾ കല്യാണത്തിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചുവപ്പ്, മഞ്ഞ, പച്ച, നീലയൊക്കെ. അപ്പം അമ്മ ചൂസ് ചെയ്ത് പച്ചയാണ്. പച്ചയാണ് നമ്മുടെ സാരി. കൊള്ളാം. എറണാകുളത്ത് 2 ദിവസം ഒരു ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഗുഡ്വില്ലിന്റെ അടുത്ത് കയറി. എന്താ ഗുഡ്വില്ലിന്റെ അടുത്ത് ഒരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല. അത്രയും സാധനങ്ങളാണ് നമ്മൾ കൺഫ്യൂഷൻ ആയി പോകും. അവിടെ നമുക്ക് 2-3 മാലയൊക്കെ നമ്മള് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ട്. ഇഷ്ടപ്പെട്ടോ നോക്കിയേ? രസം ഉണ്ടാവില്ല. പക്ഷെ കുടിക്കൊന്നും വെക്കണം. കുടിക്ക് പറഞ്ഞില്ല. എന്താ എന്റെ കല്യാണം ഒരു പണി. ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ്. അതായത് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് ഏത് മാല ഏത് ഡ്രസ്സിനിടും, ഇതിട്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും, ഇതിൻ്റെ ഒപ്പം ഏത് കമ്മലിടും, അങ്ങനെയുള്ള ഡിസ്കഷൻ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ടായിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമയമാണത്. എന്നെപ്പോലെ തന്നെ അമ്മയ്ക്കും കുറച്ചൊക്കെ ഒരുങ്ങി നടക്കാൻ താല്പര്യമുള്ള ആളാണ്. തിരിച്ചല്ലേ പറയണ്ടേ? അമ്മേനെ പോലെ എനിക്കും കുറച്ചൊക്കെ ഒരുങ്ങി നടക്കാൻ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മാലയും കമ്മലും ഡ്രസ്സും ഒക്കെ നോക്കിയിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇത് അമ്മയുടെ ദക്ഷിണയുടെ സെറ്റുമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് കുത്താമ്പള്ളിയിൽ നിന്ന് നേരിട്ട് പോയിട്ട് അമ്മ ഇറക്കുമതി ചെയ്തതാണ്. അപർണയ്ക്ക് അപർണയുടെ എല്ലാ പരിപാടിക്കും കളർ തീമുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഓരോന്നും എടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് ഇത്. പക്ഷെ ഇത് എനിക്കൊന്നും എടുക്കായിരുന്നില്ലേ? അമ്മ എനിക്ക് ഓണത്തിന് ഓണക്കോടി തന്നിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാട്ടോ. നിനക്ക്
ഏതാ വേണ്ടതെന്ന്. അപ്പൊ നീ പറഞ്ഞു മെറൂൺ കരയുള്ളത്. അമ്മ ചെക്സ് ഒന്നും എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. അല്ല ഞാൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ മെറൂൺ പറഞ്ഞ. നീ പറഞ്ഞോണ്ട് നീനോട് അല്ലെങ്കിൽ നോക്കട്ടെ. പക്ഷെ നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായത്. സെറ്റ് മുണ്ടല്ലോ അത്. ഇത് നല്ല രസമുള്ള മാലല്ലേ. ഇത് കഴിഞ്ഞ വിഷുവിൻ്റെ സമയത്ത് ഞാൻ ഇട്ടിരുന്ന മാലയായിരുന്നേ. പക്ഷെ നല്ല ഭംഗിയുള്ള മാല ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വെറും തോന്നല, അമ്മയ്ക്ക് തൂങ്ങൽ മാത്രമേ ചേരുള്ളൂ എന്ന്. അമ്മ ഇങ്ങനത്തെ സ്റ്റഡ് ഇടുന്ന സമയത്ത് ശരിക്ക് നല്ല ഭംഗി ഉണ്ടാവാറുണ്ട്. ഇത്തവണ അങ്ങനെ ഇട്ട് നോക്കി നോക്കൂ. എപ്പോഴും അമ്മ തൂങ്ങണത് മാത്രമേ ഉള്ളൂ, ചെറിയൊരു തൂങ്ങലെങ്കിലും വേണം. അതാ ഭംഗി. നമുക്കിങ്ങനെ കംഫർട്ട് സോൺ ഉണ്ടാവില്ലേ നമ്മുടെ, അപ്പം അമ്മയ്ക്ക് അത് ഇഷ്ടം. പിന്നെ ഇതാണ് ഓപ്ഷൻ ഉള്ളത്. അതിനെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതാണ് നമ്മുടെ റിസപ്ഷൻ്റെ സാരി കേട്ടോ. ഇവിടെ കല്യാണം നമുക്ക് ഗുരുവായൂരാണെന്നുണ്ടെങ്കിലും കല്യാണം ഇൻറ്റിമേറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഫസ്റ്റ് സെക്കൻഡ് സർക്കിൾ തേർഡ് സർക്കിൾ എനിക്കറിയില്ല എത്ര സർക്കിൾ ഉണ്ട്. അമ്മേനോട് നമുക്ക് ഒരുപാട് പേരെ വിളിക്കാണ്ട്. എല്ലാരും കൂടെ ഗുരുവായൂർക്ക് വിളിച്ചിട്ട് അവിടേക്ക് എത്തുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവിടെ അത്രയധികം സൗകര്യങ്ങൾ ഒരുക്കാൻ വലിയ വലിയ ഹോളുകളൊക്കെ അത്രയധികം. അതായത് 2000-2500 നമുക്ക് വളരെ ഇന്റിമേറ്റ് ആയിട്ട് അമ്മയ്ക്ക് വിളിക്കാനുള്ള ആൾക്കാർ. അല്ല, അമ്മയ്ക്ക് എൻ്റെ കല്യാണം അതേപോലെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ നമ്മളൊരു കുറച്ച് ആൾക്കാരുടെ പരിപാടിയും നെക്സ്റ്റ് ഡേ ഇവിടെയാണ് ഗ്രാൻഡായിട്ട് എല്ലാവരെയും വിളിച്ചിട്ടുള്ള നമ്മൾ വലിയ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ വളാഞ്ചേരി വെച്ചിട്ടാണ്. അപ്പോൾ അതിക്ക് അമ്മയുടെ ഡ്രസ്സാണത്. ശരിക്കും ഇത് നിൽക്കാട്ടോ ഭംഗി അല്ലേ. ഇത് അമ്മ സുഹൃത്തുനിന്ന് എടുത്താ അതും രസമുണ്ടായിരിക്കും. ആ പേർപ്പിള് ഇത് ഭംഗി ഉണ്ടാവും. ഇത് ശരിക്കും നല്ല സാരി കേട്ടോ. എന്ത് കളറാണ് അത് ശരിക്ക്? അതിന് 2 ഷെയ്ഡ് വരുന്നുണ്ട് തോന്നുന്നു അല്ലേ. ഒരു ചെറിയ പിങ്കിന്റെ ഒരു ഇത് വരുന്നുണ്ട് അല്ലേ. മറ്റേ ഫ്ലഷ് കളറാണോ? മിണ്ടില്ലേ ഫ്ലഷ് കളർ കളർ എന്താന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിൽ ഞാൻ ഈ ക്യാമറയിൽ കാണുന്ന കളറല്ല നേരിട്ട് കാണുന്ന കളറ്. ക്യാമറയിൽ നോക്കിയൊക്കെ അമ്മ ഈ കളറാണോ? അല്ല ഞാൻ പറയണത് ആ കളറല്ല ഞാൻ കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ വലിയ റിസപ്ഷന്റെ അമ്മയുടെ. ഇതൊക്കെ നമ്മളൊന്ന് സൂറത്ത് നിർത്താം അല്ലേ. അതിക്കാൻ മാല നല്ല രസം ഉണ്ടാവും കേട്ടോ. കാരണം ബാക്കിയെല്ലാം നല്ല കുറച്ചൊരു സട്ടിൽ കളറാകുമ്പോൾ ഇതിലെല്ലാ സ്റ്റോൺ വർക്കും കൂടെ വരുമ്പോൾ രസം ഉണ്ടാവും. ഈ കമ്മലിലിടണം കേട്ടോ അമ്മ. തൂക്കട്ടരുത്, ഇടരുത് എന്നല്ല, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഇട്ടോളൂ. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. എനിക്ക് ശരിക്കും ഇതിൻ്റെ ബ്ലൗസും ഒക്കെ ഒന്ന് അമ്മയ്ക്ക് കുറച്ച് പ്രത്യേകതയിൽ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോഴേക്കും അമ്മ ബ്ലൗസ് അടിച്ച് കയ്യിലെത്തി. ഇനി കല്യാണം കുറച്ചും കൂടെ നേരത്തേക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതും കൂടെ പോയി വന്നേനെ. വെറുതെ ഇന്ന് സമയങ്ങളുണ്ടല്ലോ. എന്നാ പിന്നെ കല്യാണം 5-ാം തീയതി നീട്ടിക്കൊണ്ടോണ്ട അല്ലേ. അടുത്ത സാരി ഇത് അപർണ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത കല്യാണത്തിന് അല്ലേ. അപർണ ഒന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ എവിടെ എടുത്തു വെച്ചു, അലമറയുടെ അകത്ത് എവിടെ കൊണ്ട് ഞാൻ കാണിച്ചേരേ. ഇത് നല്ല മാലയല്ലേ. ഇത് ഇപ്പൊ കൊറേ ഇങ്ങനെ എന്താ പറയാ വെഡിങ് ലുക്കില് അമ്മമാര് കൊറേ ഇതിലിടുന്ന മാലയായിട്ട് ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു മാല ഇത്. ഇതിലെല്ലാ കളേഴ്സും വരുന്നുണ്ട്. ഒപ്പം ബാക്കി ഒരു വൈറ്റ് പേളും ഗോൾഡനും ഒക്കെ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മാല. ഗുഡ്വില്ല് എത്ര സാധനങ്ങളാ. എനിക്ക് ഇത്ര അധികം സാധനങ്ങൾ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് ആകെ മൊത്തം കൺഫ്യൂഷനായി പോകും. എനിക്കിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓടാനൊക്കെ തോന്നും. പക്ഷെ നല്ല കട കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മനസ്സമാധാനത്തിൽ ഇങ്ങനെ ഒരു അറ്റത്ത് നിന്ന് നോക്കി തുടങ്ങാം. എന്താ ഇനി എന്തിനാ വലിയ മാല? ഇത് പക്ഷെ എപ്പോഴാണ് എടുക്കണത്? ഞാൻ അമ്മയുടെ എല്ലാ ഗോൾഡൻ കളർ സാരി മഞ്ഞ സാരി ഇങ്ങനത്തെയോ അതേപോലെ തന്നെ പട്ട് സാരി. ഞാന് അമ്മയുടെ സാരിയൊക്കെ കാണിച്ചെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സാധനം എവിടെ എത്തിയിട്ടില്ല. ഞങ്ങളെല്ലാം ഇങ്ങനെ റെഡിയാക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തും കൊടുത്തു എന്നല്ലാതെ മെറ്റീരിയൽ പോലും എനിക്ക് തോന്നുന്നില്ല അമിതെടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. മോസ്റ്റ്ലി ഒരു 23-24 വരെ നല്ല തിരക്കാന്നാണ് പറഞ്ഞ ഓണത്തിൻ്റെ. അപ്പം എനിക്ക് എന്തായാലും അത് കഴിഞ്ഞിട്ട് മതിയല്ലോ. ഒരു 31 ഒക്കെ ആകുമ്പോഴേക്കെങ്കിലും സാധനം കയ്യിൽ കിട്ടണം എന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. കിട്ടുമായിരിക്കും. അപ്പം ഞാൻ അതൊക്കെ കാണിക്കാം. അച്ഛൻ ദേ തിരിച്ചെത്തിയിട്ടുണ്ട്. വൈകുന്നേരം 4 മണിയായി. ഇനി നമ്മുടെ ചായ കുടിക്കൽ പരിപാടിയൊക്കെ നോക്കാം അല്ലേ. അല്ലല്ല എപ്പെത്തി? ആമിയൊന്നുണ്ടോ? മീറ്റിങ്ങിന് വേണ്ടി ആൾക്കാരെത്തിയ കേട്ടോ. വൈകുന്നേരം എൻ്റെ ബ്രെഡും ഒരു ഹൈഫൈ കൊടുക്കും. ഹൈഫൈ ഇല്ലില്ല, ബെൽറ്റ് ഇട്ടുണ്ട്.
ഈ വൈകുന്നേരത്തെ ഈ ചായ കുടിക്കൽ എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം തൊട്ടല്ല കേട്ടോ, മുന്നേ നമ്മളെല്ലാവരും സ്കൂളിൽ പോയിരുന്ന സമയത്തും തറവാട്ടിലാണ് നമുക്ക് എല്ലാവർക്കും ഈവനിങ് നമുക്ക് ചായ അമ്മമ്മ ഉണ്ടാക്കുക. അപ്പോൾ ചായയും അതിൻ്റെ ഒപ്പം എന്തെങ്കിലും പലഹാരം ഉണ്ടായിരിക്കും. സ്കൂൾ വിട്ട് വരുമ്പോഴുള്ള വിശപ്പ് പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വീട്ടിൽ വന്ന് കയറി അമ്മമ്മയുടെ നല്ല അടിപൊളി ഭക്ഷണവും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും പ്രീതമേമ്മയും ദീമേമ്മയും എല്ലാവരും സ്കൂൾ വിട്ട് വരും. അങ്ങനെ ആകമൊത്തം വൈകുന്നേരം ചായ കുടിക്കൽ എൻ്റെ ചെറുപ്പം തൊട്ടേ എനിക്കൊരു ആഘോഷമാണ്. ആ ഒരു സമയം ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സമയമാകുമ്പോഴൊക്കെയാണ് സാധാരണ അപർണയും വൈകുന്നേരം വർത്താനം പറയാനൊക്കെ വേണ്ടി വരാറ് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ചായ കുടി കമ്പനിയിൽ അപർണ മിസ്സിംഗ് ആണ്. പക്ഷെ നല്ല രസമാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് യുവിക്ക് കുറച്ച് അവൻ്റെ ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ചായയൊക്കെ ഇങ്ങനെ വെച്ച് കുറച്ച് നുറുക്കും എല്ലാം കൂടെ കഴിച്ച് ഇങ്ങനെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് ഒരു 1/4 മണിക്കൂറേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ആ സമയം ഭയങ്കര ഒരു അടിപൊളി സമയമാണ്. അച്ഛൻ പുറത്തേക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണേ. മേമ യുവിനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. യുവിക്കാണെങ്കിൽ ഇപ്പം ഈ ഒരു സർക്കിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഗുഡ് ഈവനിങ്. യോഗത്തിൽ പങ്കുചേരുന്നില്ല? അല്ല, അവിടെയാണ് ഞാൻ ചോദിക്കും. അച്ഛൻ്റെ ഒപ്പാണോ ഒന്ന്? അച്ഛൻ്റെ സ്കൂട്ടറിൽ പോകണം, അവിടെ സ്കോപ്പ് കൂടുതൽ, നടക്കുമ്പോ അത്ര ദൂരം പോലും. അതെ, സേഫ് കളികളേ ഉള്ളൂ. അങ്ങനെ വലിയ എങ്ങടെ പോന്നെ? ടാറ്റാ, ബൈ 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 ബൈ. അത്ര ഒരു സന്തോഷം. മാം പുറത്തിരുത്തുമ്പോ നോക്കും, മറ്റേ കൊതുണ്ട്. എങ്ങനെ പോണേ? ഫ്രെയിം പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഹൈലൈറ്റ് മോള് പോയപ്പോ ലുലുവില് പോയപ്പോ അവിടുത്തെ സൂപ്പർ മാർക്കറ്റില് നല്ല ഉപ്പിലിട്ട കോവൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കും കൊള്ളാം, ഇങ്ങനെ കറുമുറും ഫീലൊക്കെ ഇങ്ങനെ ശബ്ദം കേൾക്കണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കോവയ്ക്ക് ഉപ്പിലിട്ട് നോക്കി, നല്ല ഇങ്ങനെ പുറത്ത് നല്ല ക്രിസ്പായിട്ടൊക്കെ, ഉള്ളിൽ ശരിക്കും ഇത് പഴുത്ത കോവയ്ക്ക കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. എക്സൈറ്റഡ് ആണോ ആങ്ഷ്യസ് ആണോ കല്യാണത്തിന്? ഇപ്പൊ എക്സൈറ്റഡ് ആണ്. മറ്റേ ഡ്രസ്സൊക്കെ ശരിയാവും എന്നുള്ള ആങ്സൈറ്റി ഉണ്ടോ? അതുണ്ട്. അല്ലേ? കുറച്ചു കാലം മുമ്പ് വരെ എനിക്ക് കുറച്ച് ആങ്ഷ്യസ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞു, കൈവിട്ട് പോയി. ഇനി എല്ലാം വരുന്നത് ശരിയാക്കാൻ. ഞാൻ എന്റെയും അപർണന്റെയും ഒരു ചാറ്റ് ഞാൻ എപ്പോഴും സൈഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ മറന്നു കേട്ടോ. പക്ഷെ ഇത് ഞാൻ ശരിക്കും സൈഡ് കൊടുക്കാം. ഓ ശരിയാ, പറ. ഞാൻ എന്താ അത് കൊടുക്കാഞ്ഞെന്ന് പറയാം. ഞാൻ വിചാരിച്ചു അങ്ങനെ പറഞ്ഞിട്ട് ഒരാളുടെ ഫോട്ടോ സൈഡ് കൊടുക്കുന്നത് ഒരു സുഖമില്ലല്ലോ. അപ്പൊ അത് പറയുമ്പോ പറയും ചെയ്തു. പക്ഷെ അത് പിന്നീട് ആലോചിച്ചപ്പോ ഒരു ചടപ്പ് പോലെ തോന്നി. അപ്പൊ അതാ ചെയ്യാൻ. പക്ഷെ ഞാൻ പറഞ്ഞുതരാം ആരാന്ന്. നമ്മുടെ ആനന്ദം മൂവിയില് ടൂർ കൊണ്ടുപോകുന്ന സാറ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ അങ്ങനെ എത്ര കാലായി എന്നുള്ള മട്ടില്. പക്ഷെ പുള്ളിക്ക് ഞാനാരാ. അപ്പോ അങ്ങനെ ഞാൻ അവിടുന്ന് കണ്ടത് ആനന്ദ മൂവിയിലെ ടൂർ കൊണ്ടുപോകുന്ന സാറ്. ഇപ്പൊ എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഇത് ഞാൻ സൈഡ് കൊടുക്കാം. ഞാനും അപർണയും തമ്മിൽ കഴിഞ്ഞ ഒരു 6 മാസമായിട്ടുള്ള ചാറ്റ്. ഞങ്ങളൊരു അക്ഷരം മിണ്ടാറില്ല. ഫുൾ റീൽസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ പിന്നെ കുറച്ച് റിയാലിറ്റിക്ക് വന്നിട്ടുള്ള റീൽസാ. മറ്റേ ഡ്രസ്സിന്റെ മാത്രമായിരുന്നു. അതെ. ഇപ്പൊ ഇനി കല്യാണത്തിന്റെ അന്നത്തെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള അതൊക്കെയാണ്. അതെ, കുറച്ച് കുടുംബക്കാരെ നല്ലത് വല്ല വൈബിള് കടറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഇവിടെ എന്റെ അമ്മയൊക്കെ മറ്റേ പറഞ്ഞിട്ട് കാണുമ്പോ പൊളി എന്നൊക്കെ വിചാരിച്ച നമ്മള് എണീറ്റിരിക്കും. പക്ഷെ ഞാൻ എന്റെ അമ്മേനൊക്കെ ഇത് കളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇല്ല. നല്ല വൈബ് വീട്ടുകാരെ നമുക്ക് ഇങ്ങനെ കടെടുക്കാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനെ. അപ്പൊ ഞങ്ങൾ എല്ലാരും യോഗത്തിന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇന്ന് യോഗത്തിൽ തീരുമാനിക്കും. അതെ, കല്യാണം ഞങ്ങൾ എവിടെ എത്തിക്കും എന്നുള്ളത്. അപർണയുടെ കല്യാണത്തിന്റെ ഡിസ്കഷൻ തുടങ്ങി. ഞങ്ങൾ സംസാരിച്ച് എൻ്റെ കല്യാണത്തിന്റെ സമയത്ത് എത്തിയിട്ടോ. അന്ന് എങ്ങനെയായിരുന്നു നമ്മളിവിടെ പന്തലിട്ടിട്ടുണ്ടായിരുന്നത്, എവിടെയൊക്കെയായിരുന്നു നമ്മൾ ഫുഡ് കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേന്നൊക്കെ അതെ ഇങ്ങനെ നോക്കി പറഞ്ഞ് നടക്കുക. ഞാൻ അപർണയും കൂടെ ഇവിടെ നടക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ കല്യാണ സമയത്ത് ഓരോ കാര്യം പറയുമായിരുന്നു കേട്ടോ. മുറ്റം നമുക്ക് ഇതേപോലെയൊക്കെ ആയിരുന്നു. ഈ കാണുന്ന പറമ്പില്ലേ, ഇവിടെ അച്ഛൻ വളരെ വീക്കായിട്ടുള്ള സമയമാണ് കേട്ടോ ഇപ്പോൾ. അതുകൊണ്ടാണ് ഇത് ഫുള്ളിങ്ങനെ എന്താ പറയുക പൊന്ത പിടിച്ച് കിടക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേട്ടൻ ഇങ്ങനെ കിളയ്ക്കാൻ വരില്ലേ, ചേട്ടൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വേറെ കുറച്ച് വീടുകളിൽ ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആകെ ഫുൾ കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ അവിടെയായിരുന്നു ഫുള്ള് ഇങ്ങനെ
ടേബിൾസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡിലായിരുന്നു ഫുഡ് കൗണ്ടറൊക്കെ വെച്ചിരുന്നത്. തലേന്ന് വീട്ടിലെ പരിപാടി ചെറിയൊരു പരിപാടിയായിരുന്നു. ജസ്റ്റ് 800 ആൾക്കാർ. 800 ആൾക്കാർ എങ്ങനെ വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത്? ഞാൻ അന്ന് ആള് കൂടുതലാണ് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ 800 ഉണ്ടായിരുന്നു. 800 ഇന്നലെ അമ്മ പറയണ്ടേ 750-800 ആൾക്കാരുണ്ടായിരുന്നു തലേന്നത്തെ പരിപാടിക്ക് എന്ന്. അപ്പൊ എന്നാ കല്യാണം തലേന്ന് നടത്തിയാൽ മതിയായിരുന്നു. വേറൊരു പരിപാടിയുടെ ആവശ്യമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് അന്നൊക്കെ മൈഗ്രെയിൻ വരുന്ന പ്രശ്നമുണ്ട് കേട്ടോ. രാത്രി ആയപ്പോ എനിക്ക് മൈഗ്രെയിൻ വന്നിട്ട് ഒരു രക്ഷയില്ല. എന്നിട്ട് അന്ന് രാത്രി ഗുരുവായൂർ പോണം. അപ്പോഴാണ് വിഷ്ണു ആംസ്റ്റർഡാമിൽ നിന്ന് വന്നിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല കല്യാണത്തിന് മുന്നേ. അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് വിഷ്ണു പോണത്. 2 മാസം മുന്നേ എന്താണ് പോണത്. 2 മാസം കഴിഞ്ഞ് കല്യാണത്തിന് തിരിച്ചു വന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ വിഷ്ണു എക്സ്പെക്ട് ചെയ്യണത് നമ്മൾ ഗുരുവായൂർ എത്തിയ ഉടനെ ഞാൻ വിഷ്ണുവിനെ വിളിക്കും, എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കല്യാണം എന്ന് കണ്ടിട്ട് ഞാൻ റൂം പോകും. ഞാൻ പോയി കിടന്നുറങ്ങി. വല വേണിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത ദിവസം രാവിലെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് വിഷ്ണുവിനെ കാണുന്നത്. അപ്പൊ ഒരു ഹായ് പറഞ്ഞു. മേക്കപ്പ് നമ്മൾ എത്ര പ്ലാൻ ഉണ്ടോ അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ അതൊക്കെയായിരുന്നു എൻ്റെ കല്യാണത്തിന്റെ വിശേഷം. അങ്ങനെ എൻ്റെ കല്യാണത്തിന് ശേഷം 8 കൊല്ലത്തിന് ശേഷമാണ് ഇവിടെ വേറൊരു കല്യാണം. പൊളിക്കും. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണവന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാവുണ്ടേ ഒരു മാസപ്പ് ചുമ്മാ വെറുതെ പറഞ്ഞാണേ. ഒന്നോ അറിയില്ല, ഞാൻ ചെരുപ്പിട്ട. ഇത്തവണ ഇവിടെയൊക്കെ കുറച്ചധികം ഇങ്ങനെ പുല്ല് കയറി കിടക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ പൊതുവേ ഇങ്ങനെ കിളയ്ക്കാനൊക്കെ ഒരു ചേട്ടൻ വരാറുണ്ട്. പുള്ളി ഇപ്പോൾ കുറച്ച് ബിസിയാണ്. അതിൻ്റെ പ്രശ്നങ്ങളാണ് തൊടി മുഴുവൻ. കളിക്കില്ല എന്നോ എന്നാ പഠിച്ചാലോ അമ്മി? ഓ ശരിയാ, ഞാനും ബ്ലാക്കാ. ശരിയാ, ഞങ്ങളുടെ ക്ലോസപ്പ് എടുത്താ ഞങ്ങൾ ക്ലോസറ്റിലെടുക്കും. ഡ്രസ് ആമി ഐശ്വര്യനെ കഴിക്കുന്നത്. ഐശ്വര്യ മര്യാദയ്ക്ക് നിൽക്ക്. ആർക്കും അറിയാത്ത വേറൊരു ഫാക്ടർ. ഐശ്വര്യ ഓരോ മാസം കൊണ്ടും കുറച്ചായിട്ട് കൊടുക്കും. പണ്ട് ഞാൻ ചോദിക്കുമ്പോ 5'3" 5'4", 5'5" എത്ര. എനിക്ക് ആകെ കോംപ്ലക്സ് ഉള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ ഹൈറ്റ് മാത്രം. അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ എന്റെ ഹീൽസും മറ്റേ എല്ലാ ഷൂവിന് പോലും എനിക്ക് ഹീൽസ് ഉണ്ടല്ല അമ്മ. ഞാൻ ലൈറ്റ് കൊടുത്തിട്ട് നോക്കുവാനാ. ഐശ്വര്യ കുറച്ച് പൊങ്ങി നിന്നിട്ടല്ലേ? ഞാൻ ഒട്ടും പൊങ്ങിയിട്ടില്ല. ഐശ്വര്യ കാല് പൊക്കിട്ട് അമ്മ നിക്കണതാ. ഇല്ല ആമി കുറച്ച് മുട്ടൊന്ന് പൊക്കിച്ച നോക്കിട്ടെ. എന്തൊരു വ്യത്യാസം വരുന്ന ഇടയ്ക്കിടയ്ക്ക്. മര്യാദക്ക് നിക്കോ? കുറച്ച് കൂടുതലുണ്ട് ഐശ്വര്യക്ക്. പക്ഷെ പ്രൊപ്പോർഷൻസ് കാരണം ആമിക്ക് ഹൈറ്റ് ഇപ്പൊ ആമിയാ കൂടുതല്. റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുമ്പോ ബീഫോ ബീഫ് ഉപയോഗിക്കാറുണ്ടോ? എൻ്റെയും അപർണയുടെയും ചാറ്റ് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ? അതിൽ കുറച്ച് കാലമായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഏതൊക്കെ പാട്ടിന് ഡാൻസ് കളിക്കണം എന്നുള്ള വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പൊക്കെ നമ്മൾ കുറച്ച് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആമീനെ പഠിപ്പിക്കുക കേട്ടോ. ഇത് നമ്മൾ 3 പേരും അമ്മമാരും കൂടെ ഉള്ളൊരു ഡാൻസാണ്. കളിക്കുന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കളിക്കുമായിരിക്കും. അമ്മമ്മയുടെ റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറ്. അമ്മമ്മയ്ക്കും ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഡാൻസ് പ്രാക്ടീസ് പകുതിയായിപ്പോക്ക് ദേ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇനി കല്യാണ ഡിസ്കഷനിലോട്ട് കിടക്കാം കേട്ടോ. ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 6 പരിപാടിയാണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ ഓരോന്നിന് ടൈമിംഗ് എങ്ങനെയാണ്, എത്ര സമയം ഓരോ കാര്യങ്ങൾക്ക് വേണം, ഏതൊക്കെ സമയത്ത് ആരൊക്കെ എവിടെയൊക്കെ വേണം, എങ്ങനെയാണ് നമ്മുടെ മൊത്തം പ്ലാനിങ്ങും എക്സിക്യൂഷനും, ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ കല്യാണത്തിന് മുന്നേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയ പരിപാടി. ഈ റൂമിൽ 3 ആൾക്കാർ മിസ്സിംഗ് ആണ് കേട്ടോ. ഒന്ന് അമ്മമ്മ അപ്പുറത്തെ റൂമിൽ കിടന്നെല്ലാം കേൾക്കുന്നുണ്ട്. പിന്നെ അപ്പു അപർണയുടെ അനിയനാണ്. പിന്നെ രോഹിത്തും. അപ്പു ഇപ്പോൾ വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവൻ ലീവ് എല്ലാം കൂടെ കല്യാണത്തിന്റെ സമയത്തേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. രോഹിത്ത് കല്യാണത്തിന് വരുമെന്ന് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായി. അതിനൊരു മുഴുവൻ തീരുമാനമായിട്ടില്ല കേട്ടോ. രോഹിത്ത് ദുബായിൽ അവന്റെ ലൈഫൊക്കെ ഒന്ന് സെറ്റിൽ ആക്കാൻ വേണ്ടി നോക്കുന്ന സമയമാണ്. അപ്പൊ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ഫുൾ ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം. അങ്ങനെ കാര്യങ്ങളെല്ലാം ഏകദേശം തീരുമാനാക്കി നമ്മളിതേ തിരിച്ച് വീട്ടിലെത്തി. ഉറക്കം വന്നാലും ഉറങ്ങില്ല. ഉറങ്ങി എന്റർടൈൻമെന്റ് കഴിഞ്ഞില്ല ജോലി കഴിഞ്ഞില്ല.
യുവിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫ്രണ്ട് അച്ഛനാണ് കേട്ടോ. യുവിയുടെ എല്ലാ വിക്രസും നടക്കുന്ന അച്ഛൻ്റെ അടുത്താണ്. അച്ഛന് നോ എന്ന് പറഞ്ഞൊരു കാര്യം യുവിയുടെ അടുത്ത് പറയാൻ അറിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. കുറച്ച് കൊല്ലങ്ങൾക്ക് പിന്നിക്ക് പോകുമ്പോൾ അച്ഛൻ എത്ര നോ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്നും കൂടെ ഞാൻ ആലോചിക്കുന്നു. അപ്പോൾ എന്തായാലും യുവിയും അച്ഛനും കൂടെ ഇവിടെ കളിക്കുകയാണ്. ഈ കേബിൾ വെച്ചിട്ടുള്ള കളി അത്ര സുഖമല്ല, അതുകൊണ്ട് ഇത് നമുക്ക് മെല്ലെ ഇങ്ങോട്ട് വാങ്ങിക്കാം. നാളെ രാവിലെ യുവിനെ നോക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചി നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ചേച്ചി വീട്ടിൽ പോവുകയാണ് കേട്ടോ. ഇനി കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് ചേച്ചി തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഈവനിങ് ഞാനും വിഷ്ണുവും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് വേണ്ടി ഒരു സെറ്റ് സാരിയും ഒപ്പം കുറച്ച് ഇങ്ങനെ ശർക്കരപ്പേരി വറുത്തപ്പേരി അങ്ങനെ ഒരു ഓണം കുറച്ചൊരു ഫീലിലുള്ള കുറച്ച് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈവനിങ് ചേച്ചിക്ക് കൊടുത്തു. ബ്ലൗസ് ഉണ്ടെങ്കിൽ എന്താ ചേരുക, അമ്മ നാളെ ഓണപരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ സാരി എടുത്ത് വെച്ചിട്ട് അത് ബെറ്ററാ. വിശപ്പ് അറിയോ? ഉച്ചയ്ക്ക് വിഷ്ണുവിന് പറ്റുന്ന വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാത്രി പത്തിരിയും ചിക്കൻ കറിയും. വെറുതെ പറയല്ല, നല്ല ഗംഭീര ചിക്കൻ കറി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒപ്പം പത്തിരിയും കൂട്ടി നന്നായി ഡിന്നർ കഴിച്ചു. എനിക്കിങ്ങനെ രാത്രിയാകുമ്പോൾ അമ്മയോടൊപ്പം ഇങ്ങനെ സൈഡിൽ പോയി കിടന്ന് എന്തെങ്കിലുമൊക്കെ അമ്മേനെ ഇങ്ങനെ ചൊറിഞ്ഞ് വർത്താനം പറയാൻ ഇഷ്ടം കേട്ടോ. അങ്ങനത്തെ ഒരു സമയമാണിപ്പോൾ. അതോടുകൂടി ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. ടാറ്റാ. പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ എമ മാട്രസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എമയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.ema-sleep.in കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അപ് ടു 55% ഓഫാണ് ഓണം സെയിൽ നടക്കുന്നത്. ഒപ്പം കൂപ്പൺ കോഡ് തനി 40 ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ 15% ഓഫും കൂടെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി ചെക്ക് ചെയ്യാം.